നമസ്കാരം. വന്ന് നാട്ടുംപുറത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയായി ഇന്ത്യയിലെ വിമാനയാത്ര എന്നുള്ളത്. വണ്ടി വന്നാൽ വന്നു കയറിപ്പോകാം, അല്ലെങ്കിൽ വട്ടിയും കുട്ടയും എടുത്ത് നടക്കാം. ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ആ ഒരു സൗകര്യമെങ്കിലും ഉണ്ട്. വിമാനത്തിലാണെങ്കിൽ അതും പറ്റൂല. കഴിഞ്ഞ ദിവസം നടന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. വിമാന ജീവനക്കാർ കൂട്ട അവധി എടുത്തതോടെ 90-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. തുടർന്ന് വിമാന കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും യാത്രക്കാരോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. മുടങ്ങിയ യാത്രയുടെ പണം തിരികെ നൽകാമെന്നും പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. വെറുതെ സ്ഥലം കാണാൻ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ യാത്ര മുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പണം തിരികെ നൽകിയാൽ മതിയാകും. ഇവിടെ ഇപ്പോൾ പലരുടെയും യാത്ര എന്ന് പറയുന്നത് ഒരു ജീവൽ പ്രശ്നമാണ്. പലരുടെയും വിസ കാലാവധി അവസാനിക്കുന്നു. ജോലിക്ക് കയറേണ്ട അവസാന തീയതി ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്നവരായിരിക്കും. വിദേശത്തുള്ള ബന്ധുക്കളെ പരിചരിക്കാൻ പോകുന്നവർ കാണും. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യമായിരിക്കും ജനത്തിന്. അവിടെയൊന്നും പണം തിരികെ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഏതാനും ചില ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതാണ് പ്രശ്നമായത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരുടെ അവധിയെടുക്കൽ. അങ്ങനെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച ഏതാനും ചില വിമാന സർവീസുകളെയാണ് ബാധിച്ചതെങ്കിൽ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളായി. കൂടുതൽ ജീവനക്കാർ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധിയെടുത്തു. ഇതോടെ സമരം ചെയ്യുന്നവരുടെ എണ്ണം 100-ലധികമായി. ഇവരൊക്കെ അവരുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇത്രയും പേർ ഒരുമിച്ച് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധിയെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇതൊരു സമര പ്രഖ്യാപനമാണ്. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കം. ജീവനക്കാരുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ മാനേജ്മെന്റിന് ഒരു കത്തും അയച്ചിരുന്നു. 2022 ജനുവരി 27 മുതൽ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന്റെ കൈവശമാണ്. എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തത് മുതൽ ഒരു കൂട്ടം ജീവനക്കാർ അതൃപ്തരാണ്. ജീവനക്കാരുടെ പ്രശ്നത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് എയർ ഇന്ത്യയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. എയർ ഇന്ത്യ എന്നുള്ളത് ടാറ്റ തുടങ്ങിയ ഒരു വിമാന കമ്പനി തന്നെയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം അതിനെ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറി കമ്പനിയായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയത്, ഒരു ലോ കോസ്റ്റ് എയർലൈൻ സർവീസ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് കടം കയറി മുടിഞ്ഞ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ കടത്തിൽ മുങ്ങിത്താന്ന ഈ കമ്പനിയെ ഏറ്റെടുക്കാൻ അധികം സ്വകാര്യ കമ്പനികളൊന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. സ്പൈസ് ജെറ്റും ടാറ്റ സൺസും മാത്രമായിരുന്നു മുന്നോട്ട് വന്ന രണ്ട് കമ്പനികൾ. ഇതിൽ ടാറ്റ സൺസിനായിരുന്നു ഞർക്ക് വീണത്. അങ്ങനെ 18,000 കോടി രൂപയ്ക്കാണ് എയർ ഇന്ത്യയെ ടാറ്റ സൺസ് വാങ്ങിയത്. അങ്ങനെ എയർ ഇന്ത്യയും എയർ ഇന്ത്യയുടെ സബ്സിഡറി കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസും ടാറ്റയുടെ കൈകളിൽ വന്നു ചേർന്നു. ഇതിനുശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന സബ്സിഡറി കമ്പനിയെ ടാറ്റയുടെ തന്നെ കൈവശമുണ്ടായിരുന്ന എയർ ഏഷ്യ ഇന്ത്യ എന്ന കമ്പനിയുമായി ലയിപ്പിച്ചു. അതിപ്പോൾ അറിയുന്നത് AIX എന്നാണ്. ഇതിനിടയിൽ വിസ്താര എന്നൊരു എയർലൈൻ കമ്പനിയും ടാറ്റ സ്വന്തമാക്കിയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഏഷ്യ ഇന്ത്യയും കൂടി ലയിപ്പിച്ച് AIX എന്ന ലോ കോസ്റ്റ് എയർലൈൻ കമ്പനിക്കാണ് ടാറ്റ രൂപം കൊടുത്തത്. അതുപോലെ തന്നെ എയർ ഇന്ത്യയും വിസ്താരയും കൂടി ലയിപ്പിച്ച് ഒരു ഹൈ കോസ്റ്റ് എയർലൈൻ കമ്പനിക്ക് രൂപം കൊടുക്കാനും ടാറ്റ ശ്രമിച്ചു. ഈ ലയന തീരുമാനമാണ് ജീവനക്കാരുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാവാനുള്ള കാരണം. ഇതോടെ നേരത്തെ ലയനം നടത്തിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരും രംഗത്തിറങ്ങി. പലരുടെയും ശമ്പള സ്കെയിലുകളിൽ വന്ന വ്യതിയാനമാണ് കാരണം. കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും കിട്ടാതെയുമായി. ലയനം വന്നതോടെ നേരത്തെ അന്താരാഷ്ട്ര സർവീസിൽ ജോലി ചെയ്തിരുന്ന പലരെയും ആഭ്യന്തര സർവീസിലേക്ക് മാറ്റി. ഇതും ഇവരുടെ ആനുകൂല്യത്തെ ബാധിച്ചിരുന്നു. പിന്നെ മറ്റൊരു ആരോപണം പറയുന്നത് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തെങ്കിലും ടാറ്റയുടെ ജീവനക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എയർ ഇന്ത്യയിൽ വന്ന ജീവനക്കാരോട് ഒരു ചിറ്റമ്മ നയമാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് എന്നതാണ്. ഇതൊക്കെയാണ് സമരം ചെയ്യുന്നവരുടെ വാദം. എന്നാൽ ഇതിന് മറ്റൊരു മറുവാദവും ഉണ്ട്. അത് സർക്കാരിൻ്റെ കീഴിൽ പണിയെടുത്തിരുന്ന ജീവനക്കാർക്ക് ഒരു കാലത്തും സ്വകാര്യ മാനേജ്മെന്റുകളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. എയർ ഇന്ത്യയിൽ നിന്ന് വന്ന ജീവനക്കാർ മടിയന്മാരും അഹങ്കാരികളുമാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും പ്രശ്നം രൂക്ഷമായതോടെ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പണിമുടക്കിൽ ന്യായം ആരുടെ പക്ഷത്താണെങ്കിലും ഇതിൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.